ഈ പ്രഗ്നൻസി സമയത്ത് മധുരം, ഉപ്പ്, പുളി ഇതിനോടൊക്കെയുള്ള ക്രേവിങ്സ് ഉണ്ടാവുന്നത് ഭയങ്കര നോർമലാണ്. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ ക്രേവിങ്സ് വരുമ്പോഴേക്കും നമ്മൾ സ്വിഗ്ഗി എന്നൊക്കെ നേരെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഓർഡർ ചെയ്യുമല്ലേ. ഇത് പലപ്പോഴും ഹോർമോൺ ചേഞ്ചസിനും അതുപോലെ ഒരു ന്യൂട്രിയന്റ് ഇംബാലൻസിനും ഒക്കെ കാരണമാവാറുണ്ട്. മാത്രമല്ല ഇവൻ പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനും ജസ്റ്റേഷൻ ഡയബറ്റീസ് പോലെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂട്ടാനും സാധ്യതയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്തി സ്വാപ്പിംഗ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്ക് നല്ലോണം സ്വീറ്റ്സ് കഴിക്കാനുള്ള ക്രേവിംഗ് വരുന്ന സമയത്ത് ഈ കേക്കും പേസ്ട്രി ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ഒഴിവാക്കി അതിന് പകരം ഈത്തപ്പഴോ ഫ്രഷ് ഫുഡ്സോ അല്ലെങ്കിൽ ഈവൻ ചെറിയ അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ക്രേവിങ്സ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതില്ല, പക്ഷെ ഒരു ഹെൽത്തി ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അടുത്ത ഹൈഡ്രേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ബോഡി നല്ലോണം ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ നമ്മുടെ ബോഡി തന്നെ അത് ചിലപ്പോൾ വിശപ്പായിട്ട് തെറ്റിദ്ധരിക്കും. അപ്പോൾ ഈ സമയത്ത് നല്ലോണം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ. അതുപോലെ 3 നേരം നമ്മൾ ഹെവി ആയിട്ട് മീൽസ് കഴിക്കുന്നതിന് പകരം ചെറിയ ഇടവേളകളിൽ ഒരു സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ശീലാക്കുക. ഇത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ സ്റ്റേബിൾ ആക്കാനും അതുപോലെ അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ ക്രേവിങ്സ് ഒഴിവാക്കാനും സാധിക്കും. മാത്രമല്ല പ്രോട്ടീനും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയ ഭക്ഷണം നമ്മുടെ ഡയറ്റിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ജങ്ക് ഫുഡ്സിനോട്ടുള്ള ക്രേവിംഗ് ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്മാർട്ടായിട്ട് കൺട്രോൾ ചെയ്യണം. നിങ്ങൾ ഓർക്കേണ്ടത് കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് നിങ്ങളുടെ കുഞ്ഞിനു കൂടി ഉള്ളതാണ്. സോ മേക്ക് ഇറ്റ് ഹെൽത്തി.